നമസ്കാരം, മഞ്ജുഷയാണ്. ബ്രേക്കപ്പ് വിത്ത് യുവർ മൈൻഡ് ചലഞ്ചിൻ്റെ 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മനസ്സും നമ്മളും ഒന്നല്ല രണ്ടാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചലഞ്ച് മനസ്സ് എന്ന ആ പവർഫുൾ ടൂളിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കുക എന്നതാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ, അതായത് നമ്മുടെ ബോധ മനസ്സിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്തെടുത്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഇന്നോളം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളവരാണ്. നമ്മുടെ മനസ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഒരുപാട് പരിമിതികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് യാതൊരു പരിമിതികളുമില്ല. നമ്മൾ ചോദിക്കുന്നത് എന്തും തരുന്ന ഒരു അത്ഭുത വിളക്കാണത്. ജോസഫ് മർഫിയുടെ വാക്കുകൾ കടമെടുത്താൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കുള്ളിൽ തന്നെയുള്ള ഒരു ട്രഷർ ഹൗസാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ആഗ്രഹങ്ങൾ കൃത്യമായി ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിടാൻ ആദ്യം നമ്മൾ നമ്മുടെ ബോധ മനസ്സിനെ, നമ്മുടെ മങ്കി മൈൻഡിനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. കാരണം ബോധ മനസ്സ് നൽകുന്ന സജഷൻസ് അനുസരിച്ചാണ് നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. എന്നെക്കൊണ്ട് സാധിക്കില്ല, ഞാൻ തോറ്റുപോകും, എനിക്ക് ഓർമ്മശക്തിയില്ല, എനിക്ക് കഴിവില്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് സജഷൻസാണ് നമ്മുടെ ബോധ മനസ്സ് നൽകുന്നതെങ്കിൽ ഈ സജഷൻസിനെ ശരിവെക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത്. മറിച്ച് എൻ്റെ കഴിവുകളിൽ എനിക്ക് വിശ്വാസമുണ്ട്, എന്നെക്കൊണ്ട് ഇത് സാധിക്കും, ഈ പ്രപഞ്ചം എൻ്റെ കൂടെയുണ്ട്, ഇങ്ങനെയുള്ള പോസിറ്റീവ് സജഷൻസാണ് ബോധ മനസ്സ് നൽകുന്നതെങ്കിൽ അതിനെ ഊട്ടിയുറപ്പിക്കാൻ പോകുന്ന ഏറ്റവും നല്ല അനുഭവങ്ങളായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് തരിക. ഇതുവരെ പറഞ്ഞത് ചില തിയറികളാണെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ ബോധ മനസ്സിനെ നമുക്ക് വേണ്ട വിധം ഒന്ന് റീവയർ ചെയ്തെടുക്കാനുള്ള പ്രാക്ടിക്കലായ ചില ടാസ്കുകളാണ് ഞാൻ തരാൻ പോകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു ഹോംവർക്ക് ചെയ്തേ പറ്റൂ. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ കൃത്യമായി ഒരു പുസ്തകത്തിൽ അക്കമിട്ട് എഴുതി വെക്കണം. എനിക്ക് കുറേ പണം വേണം, നല്ലൊരു ജോലി വേണം, ഇങ്ങനെ അവിടെ എവിടെയും തൊടാതെ എഴുതരുത്. ഇത്രാം തീയതി നടക്കാനിരിക്കുന്ന ഇന്ന പരീക്ഷയിൽ ഇന്ന റാങ്ക് വാങ്ങി ഇത്രാം തീയതിക്കുള്ളിൽ ഞാൻ ജോലിക്ക് കയറും, ഇങ്ങനെ എത്ര കൃത്യമായി എഴുതാൻ പറ്റുമോ അത്ര കൃത്യമായി എഴുതുക. ആഗ്രഹങ്ങൾ മുഴുവൻ ഇപ്പോൾ എഴുതി വെക്കണം എന്നില്ല കേട്ടോ. ഏറ്റവും പെട്ടെന്ന് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം അത് വ്യക്തമായി എഴുതി വയ്ക്കുക. അതാണ് നമ്മുടെ ഹോംവർക്ക്. നമുക്ക് വീണ്ടും നാളെ കേട്ടുമുട്ടാം.